ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 100% ടെക്നിക്കലി കറക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ അവകാശവാദം നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കാരണം ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ പോയി കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാർക്സൈൻ ഈ ഒരു പ്രസന്റേഷൻ തുടങ്ങുന്നത് 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഒന്നാമതായിട്ട് PS5 Proന്റെ പിന്നിലുള്ള ടെക്നോളജിയിലേക്ക് ഒരു ഡീപ് ഡൈവ് ചെയ്യുക എന്നാണ് പുള്ളി പറയുന്നത്. രണ്ടാമത് പുള്ളി ഇതിനെ ഒരു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ടോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കറിയാം ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല രീതിയിൽ പക്ക ടെക്നിക്കൽ ആയിരിക്കും എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു പ്രസന്റേഷനിൽ യാതൊരുവിധ ഗെയിം ഫുട്ടേജും നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നില്ല എന്നും പുള്ളി എടുത്തു പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പുള്ളി പറയുന്നത് വാട്ട് വി പുട്ട് ഇൻ ടു ദ GPU ആൻഡ് വൈ. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ പുള്ളി 2 രീതിയിൽ കൺസോളുകളെ തരം തിരിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതിലത്തെ ഒരെണ്ണത്തിനെ ബ്രോഡ് ഇംപ്രൂവ്മെന്റ്സും രണ്ടാമത്തേതിനെ ടൈറ്റ്ലി ഫോക്കസ്ഡ് എന്നും പറഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത്. ഏകദേശം 7 കൊല്ലം കൂടുമ്പോഴാണ് ഒരു കൺസോൾ റിലീസ് ചെയ്യുന്നത് എന്നാണ് പുള്ളി പറഞ്ഞു തുടങ്ങുന്നത്. 7 കൊല്ലം എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അന്നേരം മാത്രമേ ഉള്ളൂ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് സംഭവിക്കുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ PS3 ഇറങ്ങി കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് PS4 റിലീസായത്. PS4 റിലീസ് ചെയ്തിട്ട് ഏകദേശം 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് PS5 റിലീസ് ചെയ്തത്. 7 കൊല്ലം ഇടവിട്ട് ഇറങ്ങുന്ന കൺസോളുകളിലെ പുള്ളി ബ്രോഡ് ഇംപ്രൂവ്മെന്റ് എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കൺസോളുകൾക്കെല്ലാം പുതിയ CPUവും പുതിയ GPUവും ഉണ്ടാവും. അതായത് ഹാർഡ്വെയർ ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഹാർഡ്വെയർ അതിൽ അവൈലബിൾ ആയിട്ട് വരും. ഹാർഡ്വെയർ വൈസ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്സ് വരുന്നത്, പകരം കുറച്ച് പുതിയ കേപ്പബിലിറ്റീസും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത്തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കേപ്പബിലിറ്റിക്ക് പുള്ളി ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ PS4 കൺസോളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷെയ്ഡർ കോർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഷെയ്ഡർ കോർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഷെയ്ഡർ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കണം. ഷെയ്ഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഗെയിം എഞ്ചിന് വേണ്ടിയിട്ട്. അപ്പം ഡെവലപ്പേഴ്സ് എഴുതി ഉണ്ടാക്കുന്ന കുറച്ച് കോഡുകൾ, ഈ കോഡുകൾ ഗെയിം എഞ്ചിനിലോട്ട് ചെല്ലുമ്പം ഗെയിം എഞ്ചിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഗെയിം എഞ്ചിന്റെ അടുത്ത് ഈ കോഡുകൾ പറയും, അടുത്തൊരു സീൻ ലോഡ് ചെയ്യുമ്പം ഇന്ന മാപ്പ് ലോഡ് ചെയ്യണം, ഈ മാപ്പ് ലോഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്ര ശതമാനം മെമ്മറി തരണം, എനിക്ക് ഈ ഒരു മാപ്പ് റെൻഡർ ചെയ്യാനായിട്ട് CPU-നോട് പറയും എനിക്ക് ഇത്രയും ഫ്രീക്വൻസി പവർ തരണം. അതുപോലെ തന്നെ അടുത്ത കോഡുകൾ പറയും ഈ ഒരു സീനിൽ ഇന്ന ലൈറ്റ് സോഴ്സ് കൊണ്ടുവെക്കണം, ഈ ഒരു ലൈറ്റ് സോഴ്സ് ഇത്രയും ഡിസ്റ്റൻസിലാണ് റെൻഡർ ചെയ്യേണ്ടത്. അടുത്ത കോഡ് പറയും ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു വീടോ മരവോ റെൻഡർ ചെയ്തുണ്ടാക്കണം, ഈ മരത്തിന് ഇന്ന നിറവായിരിക്കണം, ഈ വീടിന് ഇന്ന നിറവായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഗെയിം എഞ്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഷെയ്ഡർ പ്രോഗ്രാംസ് എന്ന്. അപ്പോൾ ബേസിക്കലി ഗെയിം എഞ്ചിനുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമല്ല, ഈ ഇൻസ്ട്രക്ഷൻസ് ആണ് തീരുമാനിക്കേണ്ടത് കൺസോളിലത്തെ ഹാർഡ്വെയറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു ഗെയിം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗെയിമിനുള്ളിൽ 1,00,000-ൽ പരം ഷെയ്ഡർ പ്രോഗ്രാമുകൾ ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കും. PS4-ന് മുന്നേ ഷെയ്ഡർ പ്രോഗ്രാമുകൾ മെമ്മറിയിലേക്ക് വരുമ്പം കുറച്ച് ഷെയ്ഡർ പ്രോഗ്രാം മെമ്മറിയിൽ തന്നെ എക്സിക്യൂട്ട് ആവും, കുറച്ച് CPU കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യും, കുറച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു അവിയൽ പരുവത്തിൽ അവിടെയില്ല ഇവിടെ ഇല്ല എന്നുള്ള സ്ഥിതിയിലാണ് ഷെയ്ഡർ പ്രോഗ്രാമുകൾ അത്രയും നാളും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ PS4-ൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു കേപ്പബിലിറ്റിയാണ് ഷെയ്ഡർ കോർ എന്ന് പറയുന്നത്. ഷെയ്ഡർ കോർ എന്ന് പറയുമ്പം ഷെയ്ഡർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഇവർ ഗ്രാഫിക്സ് കാർഡിനുള്ളിൽ തന്നെ ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഷെയ്ഡർ കോർ. അപ്പോൾ അതാണ് പുള്ളി പറയുന്നത്. ബ്രോഡ് ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഇംപ്രൂവ്മെന്റ്സ് മാത്രമല്ല, ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഹാർഡ്വെയർ മാത്രമല്ല ഇവർ കൊണ്ടുവരുന്നത്, പകരം ഇത്തരത്തിലുള്ള പുതിയ കേപ്പബിലിറ്റീസും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പുള്ളി PS5-ന് വേണ്ടിയിട്ട് പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ PS5-ലാണ് അവർ SSDs ഇൻട്രൊഡ്യൂസ് ചെയ്തത്. PS4-ലൊക്കെ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡ്രൈവ്സ് ആയിരുന്നു യൂട്ടിലൈസ് ചെയ്തത്. പക്ഷേ PS5-ൽ വന്നപ്പോഴത്തേക്കും ഇവർ SSD യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ ഈ SSD യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ മെയിൻ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാപ്സ്, അതായത് ഗെയിമിലത്തെ മാപ്സ് ഒക്കെ ഭയങ്കര പെട്ടെന്ന് ലോഡ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾ റാച്ചറ്റ് ആൻഡ് ക്ലാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട് PS5-ൽ. ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മില്ലി സെക്കൻഡ്സ് നിങ്ങൾക്ക് അതിലത്തെ ഒരു യൂണിവേഴ്സിൽ നിന്ന് വേറൊരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു വേൾഡിൽ നിന്ന് വേറൊരു വേൾഡിലേക്ക് ലോഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ സാധ്യമാക്കുന്നത് ഈ ഒരു SSD ആണ്. അതുപോലെ തന്നെ സ്പൈഡർമാൻ ഗെയിമിലുണ്ട്. സ്പൈഡർമാൻ 1-നെ അപേക്ഷിച്ച് സ്പൈഡർമാൻ 2-ൽ ട്രാവേഴ്സൽ ഭയങ്കര സ്പീഡാണ്. ഉദാഹരണം പറഞ്ഞാൽ സ്പൈഡർമാൻ 2-ൽ നമ്മൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നിൽക്കുക, നമ്മൾ അവിടെ ഇങ്ങനെ സ്വിങ് ചെയ്ത് ഇങ്ങനെ പോകുമ്പം പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്യും. കാരണം എന്താ, SSD പെട്ടെന്ന് മാപ്പ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് തരും. അപ്പോൾ അതാണ് SSDയുടെ ഒരു പ്രത്യേകത. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഹാർഡ്വെയർ ഇംപ്രൂവ്മെന്റ്സ് മാത്രമല്ല, ഇത്തരത്തിലുള്ള കുറച്ച് ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് കേപ്പബിലിറ്റീസും കൂടെ കൺസോളുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ കൺസോളുകളെ ബ്രോഡ് ഇംപ്രൂവ്മെന്റ്സ് എന്നും പറഞ്ഞ് പുള്ളി വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്തായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഒരു കൺസോൾ ജനറേഷന്റെ ഇടയിൽ ഇവർ കഴിഞ്ഞ 2 ജനറേഷൻസ് ആയിട്ട്
ഓരോ പുതിയ ഡിവൈസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുതിയ ഡിവൈസസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ കൺസോളുകൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രോ വേർഷൻസ് ഓഫ് ദ ബേസ് കൺസോൾ. അപ്പോൾ അതാണ് PS4 പ്രോയും PS5 പ്രോയും. കാരണം ഒരു ജനറേഷൻ ഫുള്ള് തീരാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്തില്ല. ഒരു ജനറേഷൻ്റെ ഇടയിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു മിഡ് ജെൻ റീഫ്രഷ് എന്ന രീതിയിൽ ഈ പുതിയ പ്രോ വെർഷൻസ് ഓഫ് ബേസ് കൺസോൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ബ്രോഡ് ഇംപ്രൂവ്മെന്റ്സിൽ ന്യൂ ഹാർഡ്വെയറും ന്യൂ കേപ്പബിലിറ്റീസുമാണ്. അപ്പോൾ ന്യൂ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ന്യൂ CPU, ന്യൂ GPU, ന്യൂ മെമ്മറി എല്ലാം പുത്തൻ. പക്ഷേ ഈ മിഡ് ജെൻ റിഫ്രഷിൽ അല്ലെങ്കിൽ പ്രോ വെർഷൻ ഓഫ് കൺസോളുകളിൽ ഇങ്ങനത്തെ ഹാർഡ്വെയർ ഓവർഹോളിംഗ് ഇല്ല. പകരം GPUവിൽ ആയിരിക്കും ഇവരുടെ മെയിൻ ഫോക്കസ്. അതായത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഇവർ കൊണ്ടുവരുവാണെങ്കിൽ മെയിൻ ആയിട്ട് അത് GPUയിലായിരിക്കും കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ടൈറ്റ്ലി ഫോക്കസ്ഡ് ഇമ്പ്രൂവ്മെന്റ് എന്ന് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പ്രോ വെർഷൻ കൺസോളുകൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സിന് ന്യൂ ഗെയിംസ് വീണ്ടും എഴുതി കോഡ് ചെയ്ത് ഉണ്ടാക്കണ്ട. പകരം അവർക്ക് ഇംപ്രൂവ്ഡ് വേർഷൻസ് ഓഫ് ഗെയിംസ് റിലീസ് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്പൈഡർമാൻ 2 ബേസ് PS5 റിലീസായ ഗെയിമാണ്. PS5 പ്രോ റിലീസായപ്പം സ്പൈഡർമാൻ 2 ഒന്നുകൂടെ ഡെവലപ്പേഴ്സിന് ആദ്യം തൊട്ട് അവസാനം വരെ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. അവർക്ക് കുറച്ച് കോഡിങ്ങിൽ അവിടെ ഇവിടെ കുറച്ച് ട്വീക്സ് അല്ലെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിം ഗെയിം പാക്കേജ് ഇവർക്ക് രണ്ട് കൺസോളിനുമായിട്ട് ഇറക്കാം. ചുരുക്കി പറഞ്ഞാൽ പ്രോ കൺസോൾസിന് വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സ് ഇംപ്രൂവ്ഡ് വേർഷൻസ് ഓഫ് ഗെയിംസ് ആണ് റിലീസ് ചെയ്യുന്നത്, അല്ലാതെ ഡെഡിക്കേറ്റഡ് ഗെയിംസ് അല്ല. അടുത്ത സ്ലൈഡിൽ പറയുന്നത് ടൈറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിഡ് ജെൻ റിഫ്രഷ് കൺസോളുകൾ ഡെവലപ്പ് ചെയ്യുമ്പം രണ്ട് ടാർഗറ്റ് ആണ് ഇവർ മനസ്സിൽ വെക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ മിനിമൽ വർക്ക് ബൈ ഡെവലപ്പേഴ്സ്. അതായത് ഡെവലപ്പേഴ്സ് ഓൾറെഡി ഇഷ്ടംപോലെ ഹാർഡ്വെയർസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റെഡ് ഡെഡ് റിഡംഷൻ 2 ഈ ഒരു ഗെയിം എക്സ്ബോക്സിലുണ്ട്, പ്ലേ സ്റ്റേഷനിലുണ്ട്, അല്ലെ പോട്ടെ. ഫോർസ ഹൊറൈസൺ 5 എക്സ്ബോക്സിന് വേണ്ടിയിട്ട് ഇറക്കിയ ഗെയിം ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് പ്ലേ സ്റ്റേഷനിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഡെവലപ്പേഴ്സ് എക്സ്ബോക്സിനെ സപ്പോർട്ട് ചെയ്യണം, അതായത് എക്സ്ബോക്സിന്റെ ഹാർഡ്വെയറിനെ സപ്പോർട്ട് ചെയ്യണം ആ ഗെയിം. അതുപോലെ തന്നെ പ്ലേ സ്റ്റേഷന്റെ ഹാർഡ്വെയറിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനി പുതിയൊരു കൺസോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നും പറഞ്ഞിട്ട് ഡെവലപ്പേഴ്സിനോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ പോയിട്ട് പുതിയ ഹാർഡ്വെയറിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിം കൂടി എഴുതിക്കൊണ്ട് വാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സിന് അധികപ്പണി കൊണ്ട് കൊടുക്കരുത് എന്ന് ഇവരെപ്പോഴും വിചാരിക്കും. അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ബെനിഫിറ്റ്സ് ഫോർ ഗെയിമേഴ്സ്. അതായത് ഡെവലപ്പേഴ്സിനോട് പണി എടുക്കണ്ട, അല്ലെ ഡെവലപ്പേഴ്സിന്റെ പണി കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് അവര് ചുമ്മാ തൊക്കടാച്ചി ഗെയിം ഇറക്കി വിടരുത്. കാരണം ഗെയിം കളിക്കുന്ന കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഗെയിമേഴ്സിന് തോന്നണം, ഓക്കെ പ്രോ കൺസോളിൽ ഈ ഗെയിം കളിച്ചപ്പം ഈ ഗെയിം കുറച്ച് ബെറ്റർ ആയിട്ട് ഒന്നെങ്കിൽ റെൻഡർ ചെയ്തു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഗെയിം റൺ ചെയ്യുന്നുണ്ട് എന്ന് ഗെയിമേഴ്സിന് തോന്നണം. ചുരുക്കി പറഞ്ഞാൽ ഡെവലപ്പേഴ്സിന്റെ പണി കുറവ്, പക്ഷേ ഗെയിമേഴ്സിന് ആ ഒരു സിഗ്നിഫിക്കന്റ് ബെനിഫിറ്റ്സ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യണം. മാർക്ക് സെർണി ഈ ഒരു സെക്കൻഡ് പോയിന്റ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ഗെയിംസ് ഹാവ് ടു പ്ലേ സിഗ്നിഫിക്കന്റ്ലി ബെറ്റർ ഓൺ ദ പ്രോ കൺസോൾസ് എന്നാണ് പുള്ളി പറഞ്ഞത്. അടുത്തായിട്ട് PS5 പ്രോയിന്റെ ഒരു 4-year ജേർണിനെ പറ്റിയിട്ട് പുള്ളി പറഞ്ഞതാണ്. അതായത് കൺസോൾ ഡിസൈനിന്റെ അധികം ആർക്കും അറിയാത്ത ഒരു ട്രിക്കിയർ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കൺസോളിന്റെ ഐഡിയേഷൻ ആയി കഴിഞ്ഞാൽ അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഡിപ്ലോയ് ചെയ്യാനായിട്ട് ഏകദേശം 4 കൊല്ലം എടുക്കുമെന്നാണ് പുള്ളി പറയുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ 2024 നവംബറിലാണ് PS5 പ്രോ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2020 നവംബറിൽ തന്നെ ഇവര് PS5 പ്രോയിനെ പറ്റിയിട്ട് ചിന്തിച്ച് തുടങ്ങി എന്നാണ് പുള്ളി പറഞ്ഞത്. അത് നമ്മൾ വേറൊരു രീതിയിൽ നോക്കിക്കണ്ടാൽ PS5 റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവര് PS5 പ്രോയിനെ പറ്റിയിട്ട് ചിന്തിച്ച് തുടങ്ങി. അങ്ങനെ 4 കൊല്ലം കൊണ്ട് PS5 പ്രോ ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവര് ഇഷ്ടം പോലെ ഇംപ്രൂവ്മെന്റ്സ് ഈ ഒരു പ്രോ വെർഷൻ ഓഫ് കൺസോളിൽ കാണാൻ സാധിച്ചു. ആ സെറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സിനെ പുള്ളി 3 എണ്ണമായിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട്. ഇതിനെ പുള്ളി ദ ബിഗ് 3 എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഇവിടെ ലാർജർ GPU എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അതായത് എനിത്തിങ് ദ ഗെയിം റെൻഡേഴ്സ് ഓൺ ബേസ് PS5 ഷുഡ് ഗെറ്റ് എ ലോട്ട് ഫാസ്റ്റർ ഓൺ PS5 പ്രോ. അടുത്തതെന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ദർ ആർ ഇംപ്രൂവ്മെന്റ്സ് ടു ദ റേ ട്രേസിംഗ് ഹാർഡ്വെയർ എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള പുതിയൊരു ആർക്കിടെക്ചറിലേക്ക് വരുമ്പം റേ ട്രേസിംഗിന് ഒരു സബ്സ്റ്റാൻഷ്യൽ സ്പീഡ് ബൂസ്റ്റ് കിട്ടുമെന്നാണ് പുള്ളി പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ AI ഡ്രിവൺ അപ്സ്കെയിലിംഗ് ആണ്. അതായത് ഈ ഒരു അപ്സ്കെയിലിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഫോർ മെഷീൻ ലേണിംഗ് ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് PSSR എന്നാണ് പുള്ളി പറയുന്നത്. അതായത് പ്ലേ സ്റ്റേഷൻ സ്പെക്ട്രൽ സൂപ്പർ റെസൊല്യൂഷൻ. PSSR എന്ന് പറയുന്ന ഒരു AI ലൈബ്രറിയാണ്. ഈ ഒരു AI ലൈബ്രറി ഹാർഡ്വെയർ ഫോർ മെഷീൻ ലേണിംഗ്, അതായത് മെഷീൻ ലേണിംഗിന്റെ ഷോർട്ട് ഫോം ML അഥവാ AI, അതിനെയാണ് AI പുള്ളി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് മെഷീൻ ലേണിംഗ് ഹാർഡ്വെയറിന്റെ മേളിൽ
PSSR എന്ന് പറയുന്ന ഒരു AI ലൈബ്രറിയും കൂടെ ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി PSSR എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഓരോ ഇമേജിനെ അനലൈസ് ചെയ്തിട്ട് അതിലോട്ട് കൂടുതൽ ക്രിസ്പ്നെസ്സും ഡീറ്റെയിൽസും ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ബിഗ് 3 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലാർജർ GPU എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെൻഡർ ചെയ്യുക, അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ റേ ട്രേസിംഗ് ബേസ് PS5 എന്തായിരുന്നോ അതിന്റെ കാൽക്കുലേഷൻസ് സ്പീഡപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് റേ ട്രേസിംഗ് ഇതിൽ കൊണ്ടുവരിക. പിന്നെ AI ഡ്രിവൺ അപ്സ്കെയിലിംഗ്, അതായത് ക്രിസ്പ്നെസ്സും ഡീറ്റെയിൽസും എല്ലാം ഇമേജിലേക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരിക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അഡീഷണൽ ലോഡ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു ലാർജർ GPU മാത്രമല്ല ഒരു ബെറ്റർ GPUവും ആവശ്യമായിട്ട് വന്നു. ബേസ് PS5 പുള്ളി പറയുന്നുണ്ട് സോണി യൂസ് ചെയ്തത് AMDയുടെ RDNA GPU ആണ്. RDNA GPU എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ ഓഫ് RDNA GPU, അതായത് RDNA 2 GPU. നമ്മളിപ്പോൾ സ്പെക് ഷീറ്റിൽ കണ്ടായിരുന്നു. ഈ GPUവിന് സബ് യൂണിറ്റ്സ് ഉണ്ട്. സബ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ്, അതാണ് WGP എന്ന് പറഞ്ഞു. ബേസ് PS5 18ഓളം വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. PlayStation 5 Proയിലോട്ട് വന്നപ്പം RDNA 2 GPU അല്ല ഇവർ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ബേസ് PS5 സെക്കൻഡ് ജനറേഷൻ ഓഫ് RDNA എന്ന് പറഞ്ഞു, പക്ഷേ PS5 Proയിൽ ഇവർ കൊണ്ടുവന്ന RDNA ടെക്നോളജീനെ ഇവർ വിളിക്കുന്നത് ഹൈബ്രിഡ് RDNA എന്നാണ്. അല്ലാതെ RDNA 2 എന്നല്ല, RDNA 3 എന്നല്ല, പകരം ഹൈബ്രിഡ് RDNA. അതെന്താന്ന് അടുത്ത സ്ലൈഡിൽ കാണാം. അത് മാത്രമല്ല ബേസ് PS5 18 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാർജർ GPU ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 18ന്റെ സ്ഥാനത്ത് 30 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് ഉണ്ട് PS5 Proയിൽ. ഇനി എന്തുകൊണ്ട് ഹൈബ്രിഡ് RDNA എന്നുള്ള പേര് വിളിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ബേസ് ടെക്നോളജി ഉണ്ട്. ബേസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ GPUവിന്റെ ആർക്കിടെക്ചർ ആണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. ബേസ് ടെക്നോളജി എന്ന് പറയുന്നത് RDNA 2 ആണോ എന്ന് ചോദിച്ചാൽ 2 അല്ല, RDNA 3 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് RDNA 3 ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പൊ പുള്ളി പറയുന്നത് RDNA 3 ഇവർ എടുക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗെയിംസ് എല്ലാം റീപോർട്ട് ചെയ്യേണ്ടി വരും. റീപോർട്ട് എന്ന് പറഞ്ഞാൽ ഗെയിംസ് പോർട്ട് ചെയ്യേണ്ടി വരും. അതായത് ഒരു ആർക്കിടെക്ചറിൽ നിന്ന് പുതിയൊരു ആർക്കിടെക്ചറിലോട്ട് മാറുമ്പം ഗെയിംസ് എല്ലാം പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമല്ല, ഞാൻ മുമ്പേ പറഞ്ഞ ഷെയ്ഡർ പ്രോഗ്രാമുകളെല്ലാം A to Z ഫുള്ള് ഇരുന്ന് എഴുതി ഉണ്ടാക്കുക എന്ന് പുതിയതായിട്ട്. അതൊന്നും ഡെവലപ്പേഴ്സിന് നടപടിയാവുന്ന കാര്യമല്ല. അത് ഒഴിവാക്കാനായിട്ടാണ് ഇവര് RDNA 3 ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. പകരം RDNA 2ന്റെ ഫീച്ചർ സെറ്റ് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ബേസ് ആർക്കിടെക്ചർ അത് തന്നെയായിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് RDNA 3യിൽ നിന്ന് ഇവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ആ ആർക്കിടെക്ചറിൽ നിന്ന് ഇങ്ങോട്ട് കടമെടുത്തു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് RDNA 2 ആണെന്ന് ചോദിച്ചാൽ 2 അല്ല, 3 ആണെന്ന് ചോദിച്ചാൽ 3 അല്ല. അതുകൊണ്ടാണ് പുള്ളി ഇതിനെ RDNA 2.x, അതായത് 2ന്റെയും 3ന്റെയും ഇടയിലുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിൽ 2.x എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇവിടെയുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സിന് ഗെയിംസ് പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പകരം പഴയ ഷെയ്ഡർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പഴയ ഗെയിംസിനെ കുറച്ച് ട്വീക്സ് അവിടെ ഇവിടെ കൊടുത്താൽ മതി. അടുത്തത് റേ ട്രേസിംഗ്. റേ ട്രേസിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. NVIDIA അവരുടെ ഗ്രാഫിക്സ് കാർഡുകളിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ടെക്നോളജിയാണ് റേ ട്രേസിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ PlayStation 5 2020, അതായത് ബേസ് PS5 2020 റിലീസായ സമയത്ത് തന്നെ PC ഗെയിംസിൽ റേ ട്രേസിംഗ് ഒരുവിധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബേസ് PS5ലും റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ PCകളിൽ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ 7 അയലത്ത് വരത്തില്ല ബേസ് PS5ത്തെ റേ ട്രേസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു NVIDIA കൊണ്ടുവന്ന ഒരു സംഭവമാണ് റേ ട്രേസിംഗ് എന്ന് പറയുന്നത്. അതായത് NVIDIA ഇത് ആദ്യമേ അവരുടെ കാർഡുകളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഗെയിം ഡെവലപ്പേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ഫീച്ചർ സെറ്റ് ഞങ്ങളുടെ കാർഡുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ ഫീച്ചർ സെറ്റ് നിങ്ങൾ ഗെയിംസ് എഴുതി ഉണ്ടാക്കുമ്പം അതിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വന്ന മെയിൻ ഒരു ഗെയിമാണ് Cyberpunk. അതായത് ഇപ്പോഴും റേ ട്രേസിംഗിന്റെ ആ ഒരു അത്യുന്നതി എന്ന് പറഞ്ഞ് കുറെ പേര് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ Cyberpunk. അപ്പൊ അത് നിങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ റേ ട്രേസിംഗ് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ ആ ഗെയിം കളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ ഗെയിമിൽ റോഡിലത്തെ റിഫ്ലക്ഷൻസ്, സൈൻ ബോർഡിലത്തെ റിഫ്ലക്ഷൻസ്, ഗട്ടർ വെള്ളത്തിലത്തെ റിഫ്ലക്ഷൻസ്, ഇതൊക്കെ ഭീകരമാണ്. NVIDIA റേ ട്രേസിംഗ് ഫീച്ചർ കൊണ്ടുവന്നെങ്കിലും ഗെയിം ഡെവലപ്പേഴ്സ് റേ ട്രേസിംഗ് യൂട്ടിലൈസ് ചെയ്തില്ല അവരുടെ ഗെയിംസിൽ തുടക്കത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ റേ ട്രേസിംഗ് ഗെയിമിൽ കാണിക്കുകയെന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് അതിനുള്ള കോഡ് എഴുതി ഉണ്ടാക്കണമല്ലോ. ഈ ഡെവലപ്പേഴ്സിന് മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മടിയന്മാരാണ്. ഞാൻ സാധാരണ ഡെവലപ്പേഴ്സിനെ അല്ല പറയുന്നത്, നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 5-6 കൊല്ലം നമ്മൾ നോക്കിയാൽ ഡെവലപ്പേഴ്സ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നല്ല ഹാർഡ്വെയർ ഉണ്ടോ അവർ പൂർലി ഒപ്റ്റിമൈസ് ചെയ്ത ഗെയിംസ് ഇറക്കുന്നത്. അതായത് നന്നായിട്ടൊരു ഗെയിം ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഡ്സ് അത്രയും സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും സോളിഡ് ആയിട്ട് കോഡ് എഴുതി ഉണ്ടാക്കണം. അപ്പോൾ ഡെവലപ്പേഴ്സ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അവരുടെ പണി കുറയ്ക്കാൻ വേണ്ടി ഹാർഡ്വെയർ മിനിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവർ അൺഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഗെയിംസ് റിലീസ് ചെയ്ത് വിടും. അപ്പം ഇത്തരത്തിൽ റേ ട്രേസിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെ റേ ട്രേസിംഗ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സിന് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഇതിനുള്ള കോഡും കൂടെ ഞങ്ങൾ എഴുതി ഉണ്ടാക്കണമെന്നാണ് അവരന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ AMD റേ ട്രേസിംഗ് അവരുടെ കാർഡുകളിൽ ഒരു ഫീച്ചറായിട്ട് കൊണ്ടുവന്നില്ല. കാരണം AMD നോക്കിയപ്പോൾ എന്താ, എല്ലാ ഗെയിം ഡെവലപ്പേഴ്സും റേ ട്രേസിംഗ് യൂസ് ചെയ്യുന്നില്ല. ചുമ്മാ NVIDIA കാശ് കൊടുക്കുന്ന കുറച്ച് ഡെവലപ്പേഴ്സ് മാത്രം NVIDIAക്ക് വേണ്ടി ഓരോ ഗെയിം ഇറക്കി അതിൽ റേ ട്രേസിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാരണത്താൽ തന്നെ AMD കാർഡുകൾ, പ്രത്യേകിച്ച് റാഡിയോൺ ബ്രാൻഡിങ്ങിൽ വരുന്ന കാർഡുകൾ റേ ട്രേസിംഗ് ഫീച്ചർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യില്ല കമ്പയർഡ് ടു NVIDIA. അപ്പോൾ PlayStationന് ഇത് വലിയൊരു അക്കിടിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ PlayStationൽ റേ ട്രേസിംഗ് വേണം. കാരണം PlayStation യൂസ് ചെയ്യുന്ന ഗെയിമേഴ്സിന്
ഗെയിം കളിക്കുമ്പം അവർ നോക്കുമ്പോൾ സൈബർ പങ്ക് പി സിയിൽ കളിക്കുമ്പം നല്ല റിഫ്ലക്ഷൻ കാണുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് കൺസോളിൽ കളിക്കുമ്പോൾ ഈ റിഫ്ലക്ഷൻ കിട്ടുന്നില്ല എന്ന് ഗെയിമേഴ്സ് പ്ലേ സ്റ്റേഷനോട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് സോണി എന്ത് ചെയ്തു? സോണി പ്ലേ സ്റ്റേഷനിൽ കുറച്ച് റേ ട്രേസിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ബേസ് PS5 പക്ഷേ PS5 പ്രോയിലോട്ട് വന്നപ്പോൾ മാർക്ക് സെർണിക്ക് അറിയാം പ്രോയിൽ വരുമ്പം റേ ട്രേസിംഗ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ എന്റെ തന്തയ്ക്കുന്നുള്ളേക്ക് വിളിക്കും. അതുകൊണ്ട് മാർക്ക് സെർണി എന്ത് ചെയ്തു? റേ ട്രേസിംഗ്, അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ എന്താ പ്രശ്നം? AMD കാർഡുകളിൽ റേ ട്രേസിംഗ് സപ്പോർട്ട് കുറവാണ്. അപ്പം RDNA 3യിൽ നിന്ന് കുറച്ച് സംഭവം കടമെടുക്കാന്ന് ഓർത്താൽ RDNA 3യിൽ ഈ പറഞ്ഞ റേ ട്രേസിംഗ്, അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് ഉണ്ടോ? ഇല്ല. RDNA 4ൽ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് ടെക് ഉണ്ടോ? അതും ഇല്ല. അതായത് AMDയുടെ ഭാഗത്തെ തെറ്റ. അപ്പൊ സോണി എന്ത് ചെയ്തു? സോണി പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഭാവിയിൽ ഈ ഒരു അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് ടെക് നിങ്ങളുടെ കാർഡുകളിൽ കൊണ്ടുവരുമല്ലോ, അത് ഞങ്ങൾക്ക് ഇവിടെ ആദ്യമേ ഇങ്ങതാ. ഈ റേ ട്രേസിംഗ് ഗെയിമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്തു? കഷ്ടപ്പെട്ടാണേലും അവർ പതുക്കെ റേ ട്രേസിംഗ് ഗെയിമുകളിൽ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് AMDക്ക് പിടികിട്ടിയെ, ഓക്കെ, ഇനി റേ ട്രേസിംഗ് നമ്മൾ തൊടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി പാളും, അതുകൊണ്ട് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് ടെക് നമ്മളുടെ ആർക്കിടെക്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നും പറഞ്ഞ് അവർ RDNA 3ലും RDNA 4ലും ഈ ഒരു ടെക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ NVIDIAയോട് കിടപിടിക്കും തക്ക വിധമുള്ള റേ ട്രേസിംഗ് ടെക് AMDക്ക് ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ടെക് RDNA 4 ആർക്കിടെക്ചറിലാണ് കിടക്കുന്നത്. അപ്പൊ സോണി ഇവിടെ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ RDNA 4 എന്ന ഫ്യൂച്ചർ ടെക്നോളജിയിൽ കിടക്കുന്ന റേ ട്രേസിംഗ് ഹാർഡ്വെയർ എടുത്ത് കൊണ്ടുവന്ന് RDNA 2ൽ കൊണ്ടുപോയിട്ടു. അതാണ് പുള്ളി പറഞ്ഞ റേ ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഫ്യൂച്ചർ RDNA ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ കസ്റ്റം RDNA എന്നാണ് വിളിച്ചേക്കുന്നത്. കാരണം ഇപ്പോഴിറങ്ങിയിരിക്കുന്ന ഒരു RDNAയിലും മെഷീൻ ലേണിംഗ് ഇല്ല. അപ്പൊ റേ ട്രേസിംഗിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചർ RDNA പോയി പിക്ക് ചെയ്യാൻ നോക്കിയാൽ അതില്ല, കാരണം ഫ്യൂച്ചർ RDNAയിൽ സംഭവമില്ല. അപ്പൊ അതുകൊണ്ട് കസ്റ്റമായിട്ട് സോണിയുടെ നിർബന്ധ പ്രകാരം AMD ഇവിടെ ഈ ഒരു RDNA 2ലോട്ട് ഈ പറഞ്ഞ കസ്റ്റം AI അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തു. കസ്റ്റം AI അഥവാ മെഷീൻ ലേണിംഗ്. അതുകൊണ്ടാണ് ബേസ് ടെക്നോളജി, അതായത് ബേസ് ആർക്കിടെക്ചർ 2ന്റെയും 3ന്റെയും ഇടയ്ക്കുള്ള ഒരു സംഭവമായിട്ട് റേ ട്രേസിംഗ് ഫ്യൂച്ചർ RDNA കടമെടുത്തു, മെഷീൻ ലേണിംഗ് കസ്റ്റമായിട്ട് ഇതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഇത്തരത്തില് ബേസ്, ഫ്യൂച്ചർ, കസ്റ്റം ഈ മൂന്നിനെയും കൂടെ ഏകോപിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് RDNA GPU എന്ന് വിളിക്കുന്നതെന്നാണ് മാർക്ക് സെർണി പറയുന്നത്. പിന്നെ രണ്ട് കാര്യം കൂടെ പുള്ളി എടുത്തു പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത്രയും അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് ടെക് അത് ഇവിടെയാണ് നിങ്ങൾ ആദ്യമേ കാണാൻ പോകുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് AMDയുടെ ഇപ്പോഴത്തെ ഒരു PC ഹാർഡ്വെയറിലും ഇല്ല, പക്ഷേ PS5 Pro കൺസോളിൽ ആ ലേറ്റസ്റ്റ് RDNA ടെക് വന്നിട്ടുണ്ട്. രണ്ട് കാര്യം കൂടെ മാർക്ക് സെർണി എടുത്തു പറയുന്നുണ്ട്. അതിലത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് റേ ട്രേസിംഗ് ടെക് AMDയുടെ ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയറിലും ഇല്ല. അത് PS5 പ്രോയിലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. ഈ മെഷീൻ ലേണിംഗ് കസ്റ്റം RDNA എന്ന് പുള്ളി പറയുന്നുണ്ടല്ലോ, അത് പുള്ളി എടുത്തു പറയുന്നുണ്ട്. ഈ കസ്റ്റം RDNA എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആർക്കിടെക്ചർ, അതായത് RDNA ആർക്കിടെക്ചറിൽ കുറച്ച് കസ്റ്റം എൻഹാൻസ്മെന്റ്സ് ഇവർ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ഹൈബ്രിഡ് GPUനെ സപ്പോർട്ട് ചെയ്യാനും PS5 പ്രോയിന്റെ ഓവറോൾ ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇവർക്ക് പുതിയതായിട്ടുള്ള മെമ്മറി വേണ്ടി വന്നു.